2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. ഇതിൻ്റെ കിലോമീറ്റർ ഓടിയേക്കുന്നത് വെറും 33,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. 2020 മോഡലാണ്. 36,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2022 XL6 ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 7 സീറ്റ് വണ്ടിയാണ് വരുന്നത്. 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ വന്നിട്ട് 26,000 കിലോമീറ്റർ മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നേക്കുന്നത്. പോപ്പുലർ യൂസ്ഡ് ഹൗസിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ, നല്ല ക്വാളിറ്റി കാറുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ലോ കിലോമീറ്റേഴ്സൊക്കെ ഓടിയ സിംഗിൾ ഓണർ വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഇത്തവണ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. പല ബ്രാൻഡ് വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ ഏത് തരം വണ്ടികൾ എടുക്കണമെങ്കിലും ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ നമുക്ക് ഇപ്പോൾ വന്നേക്കുന്ന വണ്ടികൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാനൊന്നുമില്ല, അത്രയ്ക്ക് നല്ല വണ്ടികളാണ്. കണ്ടിട്ട് എല്ലാം നല്ല സൂപ്പർ വണ്ടികൾ. എനിക്ക് ഒരുപാട് ഓടാത്ത വണ്ടികൾ, കുറച്ച് വണ്ടികൾ ഞാൻ കണ്ടു. എല്ലാ വണ്ടികളും ഈ വീഡിയോ കാണിക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് പക്ഷേ സംഭവം എല്ലാം കിടിലം വണ്ടികളാട്ടോ. അപ്പോൾ നമുക്ക് വണ്ടികൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ബ്രോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അത്യാവശ്യം കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മഴയൊക്കെ കഴിയുന്നുണ്ട്, വെയിലൊക്കെ വരുന്നുണ്ട്. ഈ മാസം നമുക്കൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മൾ ട്രൂ വാലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് ചെറിയ വണ്ടികളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമുക്ക് ഒരുപാട് പ്രീമിയം സെഗ്മെന്റ് ആണ് നമുക്കിപ്പം കഴിഞ്ഞ മാസം കയറിയിരിക്കുന്നത്. തുടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയ്ക്ക് നല്ല ക്വാളിറ്റി കാറുകളാണ്. തീർച്ചയായിട്ടും കുറച്ച് പ്രീമിയം സെഗ്മെന്റ് ആണ്. സാധാരണക്കാർക്ക് എടുക്കാൻ ഇത്തവണ ഈ വീഡിയോ കാണണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഈ വണ്ടി എടുക്കാം. ഫിനാൻസും കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാം നല്ല ലോ കിലോമീറ്റർ മോഡൽ കൂടിയ കുറേ വണ്ടികളാണ് നമുക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. ഈ വീഡിയോക്കകത്ത് നമുക്കൊരു 2024 ഒരു സ്വിഫ്റ്റ് ZX ഓട്ടോമാറ്റിക് ഉണ്ട്. അതെന്തായാലും നമുക്ക് വീഡിയോ തീരുന്നതിന് മുമ്പ് ആ വണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ആ ഓട്ടോമാറ്റിക് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. മുൻകൂർ ജാമ്യം എടുത്തില്ലേ? അതെ, തീർച്ചയായിട്ടും ZX ഓട്ടോമാറ്റിക് ഒരുപാട് നമുക്ക് എൻക്വയറി വരുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. മാക്സിമം നമുക്ക് ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ആ വണ്ടി വരുവാണെങ്കിൽ ഈ വീഡിയോക്കകത്ത് നമ്മൾ അത് കാണിക്കും. എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. നമ്മൾ സാധാരണ ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ലോ റേഞ്ച് വണ്ടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമുക്ക് അതിനൊരു മാറ്റം വരുവാണ്. നമുക്ക് കിടക്കുന്നത് ഏറ്റവും റേഞ്ച് കൂടിയ വണ്ടിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വണ്ടി എന്ന് പറഞ്ഞാൽ 2024 ഫ്രോൺസ് ഓട്ടോമാറ്റിക് സീറ്റ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിലും ഇത് നമുക്ക് ടർബോയാണ്, ഹൈബ്രിഡ് മോഡലാണ്. ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 6,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പ്രോപ്പർ നമ്മൾ കമ്പനി സർവീസിൽ മാത്രം ചെയ്ത വണ്ടി. 2024 ഫ്രോൺസ് ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് ടർബോയാണ്. ഞാനത് ടർബോ എന്ന് എടുത്ത് പറഞ്ഞതാണ്. പിന്നെ വണ്ടിയുടെ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മളൊരു ഷോറൂമിൽ നിന്ന് ഒരു പുതിയ വണ്ടി ഒരു കസ്റ്റമർ എങ്ങനെ എടുക്കുന്ന ആ ഒരു ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഇപ്പോഴും കിടക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് അങ്ങനെ ആ വീഡിയോയിൽ തന്നെ കസ്റ്റമർ നമുക്ക് വ്യൂസിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് ഓൾറെഡി വരുന്നുണ്ട്. അലോയ്സ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന 2024 ഓട്ടോമാറ്റിക് ഫ്രോൺസ്. ഇത് ഏത് വേരിയൻ്റ്? ഏതാ? സീറ്റ എന്ന് പറയും. സീറ്റ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ടർബോ ആണ് വണ്ടി വരുന്നത്. കേട്ടോണോ? ഒരു മൈലേജ് പറഞ്ഞാൽ മൈലേജ് കമ്പനി പറയുന്ന മൈലേജ് ഒക്കെ കൂടുതലാണ്. നമ്മളിപ്പം അതിനകത്തൊരു ആവറേജ് മൈലേജ് എന്തായാലും കിട്ടും. ഇപ്പം നമുക്ക് വണ്ടി ഇന്ന് വന്നേ ഉള്ളൂ. അപ്പം നമ്മൾ യൂസ് ചെയ്യാത്ത വണ്ടിയാണ്. നമുക്ക് കറക്റ്റ് ഒരു മൈലേജ് നമുക്കും പറയാൻ പറ്റില്ല. കമ്പനി പറയുന്ന ഒരു ആവറേജ് മൈലേജ് എന്തായാലും ഫ്രോൺസിന് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. റീപ്ലേസ് ഒന്നുമില്ല. ആണ് 2 സർവീസ്. വണ്ടിയുടെ 2 സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. 3ാമത്തെ സർവീസ് പെൻഡിങ് ആണ്. എത്ര ചോദ്യം? എത്ര? ഇത് നമ്മൾ 1065 ഇട്ടേക്കുന്നത്. 2024 ഫ്രോൺസ് ഹൈബ്രിഡ് ടർബോ സിംഗിൾ ഓണർഷിപ്പ് 6,000 കിലോമീറ്റർ 1065. നമ്മൾ ഫസ്റ്റ് ഫ്രോൺസ് ഓട്ടോമാറ്റിക് കാണിച്ചു. ഇനി 2 നമുക്കൊരു ചെറിയ ബഡ്ജറ്റുള്ള ഓട്ടോമാറ്റിക് നോക്കാം. ഇത് നിയോസ് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. ഇതിൻ്റെ വേരിയൻറ്റ് വരുന്ന സ്പോർട്സ് എന്ന വേരിയൻ്റ് ആണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോർമലി ഫിനാൻസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. വണ്ടി വിലയുടെ ഏകദേശം ഒരു 90% നമുക്ക് ഫിനാൻസ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഒരു വാറണ്ടി, അതായത് പോപ്പുലറിൻ്റെ എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി കവറേജ് നമ്മൾ കൊടുക്കുന്ന വണ്ടിയാണ്. ഇൻറ്റീരിയറൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. 2021 നിയോസ് സ്പോർട്സ് മോഡൽ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് അങ്ങനെ ബോഡിക്കകത്ത് പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഫസ്റ്റ് ടയർ തന്നെയാണ് കിടക്കുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ആണ്. അതെ, കമ്പനി സർവീസ്. അതല്ലേ നമ്മൾ ആദ്യമേ ഫസ്റ്റ് എടുത്ത് പറഞ്ഞത്. 2021 നിയോസ് ആണ്. നമുക്കൊരു 75 രൂപ 1 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്ന ഏതൊരു കസ്റ്റമർക്കും നമുക്ക് ബാക്കി ലോണും കാര്യങ്ങളും ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്.
ചെറിയ ഓട്ടോമാറ്റിക് നോക്കുന്ന കസ്റ്റമർക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നിയോസ് വണ്ടിയാണ് ഓട്ടോമാറ്റിക്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മൾ 575 പ്രൈസ് ഇട്ടേക്കുന്നത്. അടുത്ത നമുക്കൊരു സെഡാൻ ടൈപ്പ് പരിചയപ്പെടാം. 2018 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ മാത്രം ഓടിയ ഹോണ്ട അമേസ് മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്, പ്രോപ്പർ കമ്പനി മാത്രമാണ് വണ്ടി സർവീസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇൻറ്റീരിയറും ബോഡിയൊക്കെ നോക്കിയാൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഇതും പോപ്പുലറിൻ്റെ എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി നമുക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫിനാൻസ് നോക്കുന്ന ഏതൊരു കസ്റ്റമർക്കും ആദ്യം നമുക്കൊരു 1 lakh ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുമെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടി 2018 ഹോണ്ട അമേസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്റർ ജെന്യൂൻ ആയിരിക്കും? അതെ, അതെയാണ്. നമ്മൾ എടുക്കുന്ന വണ്ടിയെല്ലാം ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഏതൊരു കസ്റ്റമർക്ക് അത് ചോദിച്ചാലും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. 2018 ഹോണ്ട അമേസ്, ബോഡിയെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ചെയ്യാനില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് തന്നെ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ടയർ ആണല്ലേ? കമ്പനി ടയർ, 20,000 കിലോമീറ്റർ കൂടി കമ്പനി ടയർ തന്നെയാണ് കിടക്കുന്നത്. റീപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഇല്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5,10,000 ആണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർക്ക് വന്ന് കണ്ട് നോക്കി നമുക്ക് ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതാണ്. പെട്രോളോ ഡീസൽ? ഇത് പെട്രോളാണ്. അത് പറയാൻ മറന്നത്, പെട്രോളാണ്. 2018 പെട്രോൾ വണ്ടിയാണ്. അടുത്ത നമുക്ക് ടിയാഗോയിലോട്ട് പോകാം. 2022 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. ഇതിൻ്റെ കിലോമീറ്റർ ഓടിയേക്കുന്നത് വെറും 33,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസും അതുപോലെ തന്നെ നമുക്ക് പോപ്പുലറിൻ്റെ എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കൊരു വണ്ടിക്കകത്ത് വേണ്ട എല്ലാം ബാക്ക്, ഫ്രണ്ട്, സ്ക്രീൻ, ക്യാമറ ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് ഓൾറെഡി വരുന്നതാണ്. പിന്നെ നമുക്കൊരു 75-80 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് സുഖമായിട്ട് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന 2022 മോഡൽ ടിയാഗോ NRG എന്ന് പറഞ്ഞ വേരിയൻ്റാണ് വരുന്നത്. കമ്പനി സർവീസാണ്. നമുക്ക് ബോഡിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തൊരു വണ്ടിയാണ്. എയർ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. 2022 മോഡൽ ടിയാഗോ വേരിയൻ്റാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 4,10,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പെട്രോൾ അല്ലേ? പെട്രോളാണ്. അടുത്ത് നമുക്കൊരു സോണറ്റിൻ്റെ IMT എന്ന് പറഞ്ഞ വേരിയൻ്റാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് വർഷം വരുന്ന 2023 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിളാണ്. 34,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത കമ്പനി സർവീസ് വണ്ടിയാണ്. 2023 സോണറ്റ് പെട്രോളാണ് എൻജിൻ വരുന്നത് കേട്ടോ. പെട്രോൾ എൻജിനാണ്. നമ്മൾ ഇൻറ്റീരിയറൊക്കെ നോക്കി കഴിഞ്ഞാൽ വെൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുവാണ്. നമുക്കിതിനും എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കാം. ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് 85 അല്ലെങ്കിൽ 90% ആദ്യം നമുക്കൊരു 80 രൂപ 1 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്ന ഏതൊരു കസ്റ്റമർക്കും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന 2023 സോണറ്റ് IMT എന്ന് പറഞ്ഞ വേരിയൻ്റാണ് വരുന്നത്. വണ്ടിക്ക് ആക്സിഡൻ്റ് ഒന്നുമില്ല, റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 8,55 നമ്മൾ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഏതൊരു കസ്റ്റമർക്കും വണ്ടി വന്ന് കണ്ട് നോക്കി നമുക്ക് വില നെഗോഷ്യബിൾ ആണ്. ടയർ കണ്ടീഷൻ ഒക്കെ അത് ഫസ്റ്റ് ടയറാണ്. 34,000 കിലോമീറ്റർ കൂടി കമ്പനി സർവീസ്, കമ്പനി ടയർ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല, റീപ്ലേസ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് എത്രയാണ്? 8,55 നമുക്ക് പ്രൈസ് വരുന്നത്. അടുത്ത നമുക്കൊരു ബ്രിസയാണ്. 2020 മോഡലാണ്. 36,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നോർമലി ഇത് കമ്പനി സർവീസാണ്. ഇത് നമുക്ക് മാരുതിയുടെ 6 മന്ത് വാറണ്ടി, 3 ഫ്രീ സർവീസ് അവൈലബിൾ ആയ വണ്ടിയാണ്. കമ്പനി മാത്രമാണ് സർവീസ് ചെയ്തേക്കുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. കൂടാതെ ഈ വേരിയൻറ്റിനകത്ത് നമുക്ക് സെക്കൻഡ് വേരിയൻ്റാണ് വണ്ടി വരുന്നത്. കസ്റ്റമർ MGയുടെ 4 അലോയ്സ് ഈ ഓപ്ഷനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് വണ്ടി വിലയുടെ ഏകദേശം 85 അല്ലെങ്കിൽ 90% സുഖമായിട്ട് ലോൺ ചെയ്യാം. 2020 36,000 കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്ലീനായി യൂസ് ചെയ്ത ഒരു ബ്രീസയാണ് വണ്ടി വരുന്നത്. പെട്രോൾ ഡീസൽ? പെട്രോളാണ് വണ്ടി വരുന്നത്. വേരിയൻ്റ് ഏതാ? കേരളാണ് വേരിയൻ്റ് VXA എന്ന് പറയും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7,50,000 ആണ്. നെഗോഷ്യബിൾ ആണ്. നമ്മൾ വണ്ടി വന്ന് കണ്ടിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം. ഒരു 50 രൂപ ഇറക്കാൻ പറ്റുമോ? 50 രൂപയ്ക്ക് കസ്റ്റമർ ട്രാക്ക് അത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. മിനിമം ഒരു രൂപയാണ് നമ്മൾ പറയുന്നത്. പിന്നെ കസ്റ്റമർക്ക് അത്രയും ട്രാക്കും നേരത്തെ ലോൺ എടുത്ത ട്രാൻസാക്ഷൻ ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം. അടുത്ത നമുക്ക് കിയയുടെ തന്നെ സോണറ്റിൻ്റെ ഒരു ഡീസൽ വേരിയൻറ്റ് നോക്കാം. 2021 മോഡലാണ്. മാനുവലാണ് വരുന്നത്. 35,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഇത് വേരിയൻറ്റ് ഡീസലാണ്. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. നമ്മൾ ഇൻറ്റീരിയർ ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തൊരു വണ്ടിയാണ്. 2021 ഡീസൽ
34,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത കമ്പനി ഹിസ്റ്ററി, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് പോപ്പുലറിൻ്റെ എഞ്ചിൻ ഗിയർ ബോക്സ് കവറേജ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടിക്കകത്ത് അങ്ങനെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത 2021 ഡീസൽ സോണറ്റാണ് വരുന്നത്. ടയറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എടുക്കുന്ന ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഫിനാൻസും അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1 lakh റേഞ്ച് അടയ്ക്കുന്ന ഒരു കസ്റ്റമർക്ക് നോർമലി നമുക്ക് ലോൺ ചെയ്തെടുക്കാൻ പറ്റുന്ന 2021 ഡീസലാണ്. ഇതിൻ്റെ പ്രൈസ് അപ്ഡേഷൻ വന്നില്ല. ഈ കിടക്കുന്ന 2 വണ്ടിയും അണ്ണൻ അറിയാം, ഇന്ന് രാവിലെ നമ്മൾ വന്ന വണ്ടിയാണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അറിയാൻ പറ്റും. അപ്പോൾ ഈ 2 വണ്ടി ഇൻട്രസ്റ്റോ താല്പര്യമുള്ളവർ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ അപ്ഡേഷൻ കൊടുക്കാവുന്നതാണ്. പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ അല്ലേ? അതെ അതെ അതെ. ടയർ ഇത് അത്യാവശ്യം ഓടും. അതുകൊണ്ട് തന്നെ പിന്നെ നല്ല അത്യാവശ്യം നല്ല നമ്പറാണ്. 1221 കൊല്ലം രജിസ്ട്രേഷനാണ്. കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2021 ഡീസൽ. എത്ര ചോദിക്കുന്നത്? അണ്ണാ ഞാൻ പറഞ്ഞില്ല, ഈ 2 വണ്ടി നമ്മളിപ്പോൾ രാവിലെ വന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്നാൽ അത് തന്നെ അടുത്ത അതും പറയും. ഇത് 2024 മോഡലാണ്. 24 ക്രോൺസ് ഡെൽറ്റ പ്ലസ് എന്ന് പറയും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 30 കിലോമീറ്റർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 30,000. അതെയാണ്, 30 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഇതും സോറിയാണ് 17,000 കിലോമീറ്റർ കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 17,000 കിലോമീറ്റർ കേട്ടോ. അത്ര ഓടിയിട്ടുള്ളൂ. 2024 17,000 കിലോമീറ്റർ ഓടിയ ഡെൽറ്റ പ്ലസ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഈ വണ്ടി നമുക്കിന്ന് വന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വണ്ടി കമ്പനി ഹിസ്റ്ററിയാണ്. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഫിനാൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മാരേജിൻ്റെ വാറണ്ടിയും 3 ഫ്രീ സർവീസും കിട്ടുന്ന വണ്ടിയാണ്. 2024 ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് 17,000 മാത്രം കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതാണ് കിലോമീറ്റർ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചേക്കണം. ഇന്ത്യയിലൊക്കെ വല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. എത്ര ഇത് 2 വണ്ടിയുടെ പ്രൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ വണ്ടി വന്നതേ ഉള്ളൂ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഇല്ലാണ്, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടയർ തന്നെ. അതെയാണ്. 17,000 കിലോമീറ്റർ ടയർ തന്നെ വണ്ടി കിടക്കുന്നത്. അടുത്ത നമുക്കൊരു 7 സീറ്റ് വണ്ടി നോക്കാം. 2022 XL6 ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 7 സീറ്റ് വണ്ടിയാണ് വരുന്നത്. 2022 ആൽഫ എന്ന് പറഞ്ഞ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ് ഓടിയ XL6 ആണ്. കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നോർമലി വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കാവുന്നതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത 2022 ബലേനോ XL6 ആൽഫ. ഇതിനകത്ത് നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് വണ്ടി വിലയുടെ 80-85% നോക്കും. അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. 2000 മോഡൽ വരുന്നത് 22 XL6 എന്ന് പറഞ്ഞ വേരിയൻറ്റ് ആൽഫ. എത്ര ചോദ്യം? സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വരുന്നത്. ചോദ്യം 10 നമ്മൾ ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. വിളിക്കുന്ന ഏത് കസ്റ്റമർക്കും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് പ്രൈസിനകത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2022 ആൽഫ എന്ന് പറഞ്ഞ കൂടിയ XL6. ഇതും പുഷ് സ്റ്റാർട്ട് ബട്ടൺ ആണല്ലേ? അതെ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. കമ്പനി സർവീസ് 3 ഫ്രീ സർവീസും വാറണ്ടി അവൈലബിൾ ആണ്. അടുത്ത നമുക്ക് ഒരു ഗ്ലാൻസ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിനെ പരിചയപ്പെടുത്താം. 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത് G എന്ന് പറഞ്ഞ വേരിയൻ്റാണ് വരുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത 2022 മോഡൽ ഗ്ലാൻസയാണ്. കിലോമീറ്റർ 26,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത കമ്പനി മാത്രം സർവീസ് ചെയ്ത വണ്ടിയാണ്. എല്ലാം കമ്പനി സർവീസ് വണ്ടികളാണ്. അതെ, കൂടുതൽ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞത്. അത്യാവശ്യം നല്ല വണ്ടികൾ കുറച്ച് നമുക്ക് കയറി എന്നുള്ളത്. വണ്ടി അണ്ണ നോക്കിയാൽ മതി. ബോഡിയൊക്കെ നല്ല നീറ്റാണ്. പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ എടുക്കുന്ന ഒരാൾക്ക് ചെയ്യാനില്ല. ഇത് നമുക്ക് എഞ്ചിൻ ഗിയർ ബോക്സ് നമ്മളെ പോപ്പുലറിൻ്റെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 2022 ഗ്ലാൻസ. അത്യാവശ്യം നല്ല കളറാണ്. നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് വണ്ടി വിലയുടെ ഒരു 85% സുഖമായിട്ട് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന 2022 നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത ഗ്ലാൻസ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇതും പുഷ് സ്റ്റാർട്ട് ബട്ടൺ ആണ്. അതെ അതെ. ഈ പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഞാൻ പറയുന്നത് അറിഞ്ഞുകൂടാത്തവർക്ക് തിരിച്ചറിയാൻ വേണ്ടി. തീർച്ചയായും. അതെ, ചിലവർക്ക് നമ്മൾ ആ വേരിയന്റ് മാത്രം പറയുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അത് നല്ല കാര്യമാണ് പറഞ്ഞാൽ. ആ പുഷ് ബട്ടൺ തരുമ്പോൾ അവർക്ക് അറിയാം. അപ്പോൾ കുറച്ചും കൂടെ മോഡൽ കൂടിയ വേരിയന്റ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. നമുക്ക് ഫിനാൻസ് നോക്കുന്ന കസ്റ്റമർക്ക് ഒരു 1 lakh അടയ്ക്കാമെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 745 നെഗോഷ്യബിൾ ആണ്. വരുന്ന കസ്റ്റമർക്ക് പെട്രോളോ ഡീസൽ? പെട്രോൾ ആണ് വരുന്നത് കേട്ടോ. അടുത്ത നമുക്കൊരു വാഗണർ VX ആണ്. 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ വന്നിട്ട് 26,000 കിലോമീറ്റർ മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. 2022 വാഗണർ ZXi സിംഗിൾ ഓണർഷിപ്പ് 26,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒന്നുമില്ല. വണ്ടി വന്നതേ ഉള്ളൂ നമുക്ക്. അപ്പം അതിനകത്ത് വേരിയൻ്റ് ഏതാണെന്ന് പറയാം. വേരിയൻ്റ് വന്നാണ് ZXi ആണ് വേരിയൻ്റ് വരുന്നത്. 2022 മോഡൽ ZXi എന്ന് പറഞ്ഞ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ് 26,000 കിലോമീറ്റർ.
ഇത് കിലോമീറ്റർ ജെന്യൂനാണ് ഈ ടയറൊക്കെ? അല്ല, ഫസ്റ്റ് ടയറാണ്, കിലോമീറ്റർ ജെന്യൂനാണ്, കമ്പനി സർവീസ് ഉള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ബോഡി റിപ്പയറോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല, പെയിൻറ്റിംഗ് ഒന്നുമില്ല, കമ്പനി പെയിൻറ്റിംഗ് തന്നെയാണ്. പിന്നെ ഇതിന് ഒരു ടെയിലാമ്പ് പൊട്ടി ഇരിപ്പുണ്ട്, അത് നമ്മൾ റീപ്ലേസ്മെന്റ് ചോദിക്കുന്നുണ്ട്. കുറ്റമുണ്ട്, ഈ ടയർ അത്യാവശ്യം ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ കിടക്കുന്ന അപ്പുറത്താണ്. അത് ഫ്രണ്ട് ടയറിന് ചില സമയത്ത് അലൈൻമെന്റ് പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമുക്ക് ടയറിന് ചെറിയ ഒരു സൈഡ് വെട്ടി തേയ്മാനം വരും. അതാണ് അണ്ണൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ടയർ റൊട്ടേഷൻ ചെയ്യും. അതാണ് ഇപ്പം ബാക്കിൽ കിടന്ന ടയറാണ് ആ സൈഡ് ഫ്രണ്ട് കിട്ടേക്കുന്നത്, മനസ്സിലായില്ലേ? 4 കമ്പനി ടയറും സീരിയൽ നമ്പറും എല്ലാം അതിനകത്തുണ്ട്. ഈ അലൈൻമെന്റ് പ്രോബ്ലം ചില സമയത്ത് വരുമ്പോഴത്താണ് ഈ പറഞ്ഞ ടയറിനകത്ത് വ്യത്യാസം വരുന്നത്. ഇത് 2022 അതിൻ്റെ പ്രൈസ് അപ്ഡേഷൻ വന്നില്ല, വണ്ടി വന്നേയുള്ളൂ. അതാണ് ഞാൻ ആദ്യം കാണിക്കാൻ പഠിച്ചത്. 2022 മോഡൽ, അത് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇസഡെക്സയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾ ആ വീഡിയോ ചെയ്ത് തീരാൻ നേരത്തെ ആ വണ്ടി എന്തായാലും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ വണ്ടി. 2024 മോഡൽ സ്വിഫ്റ്റ് ഇസഡെക്സ് പ്ലസ് ആണ്, സിംഗിൾ ഓണർഷിപ്പാണ്, 46,000 കിലോമീറ്ററാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ വണ്ടി ഓടി വന്നതാണ്, അതിൻ്റേതായ രീതിയിലുള്ള കുറേ ചെളിയും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. നമ്മൾ ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആയിരുന്ന വണ്ടിയാണ്. 2024 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, 46,000 കിലോമീറ്റർ മാത്രം ഓടിയ ഇസഡെക്സ് പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആ താഴെ കാണുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കസ്റ്റമർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി ഇപ്പം ഓൾറെഡി വന്നതേ ഉള്ളൂ. ബാക്ക് ടയർ എത്ര പോരാ? ഫസ്റ്റ് ടയർ നമ്മൾ ഓടിയ കിലോമീറ്റർ ടയറാണ് വണ്ടിക്കകത്ത് കിടക്കുന്നത്. എത്ര ചോദ്യം ഒന്നും ആയില്ല, വണ്ടി ഇപ്പം കണ്ടില്ല. നമ്മൾ വീട് ചെയ്ത് വന്നപ്പോഴാണ് വണ്ടി വന്നത്. 2024 ഇസഡെക്സ് പ്ലസ് ഓട്ടോമാറ്റിക്. നമുക്ക് വണ്ടി താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും ഫിനാൻസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. റീപ്ലേസ് പ്രശ്നങ്ങളൊന്നുമില്ല. 2024 ആ വണ്ടി ആ ഓടി വന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. 24 ഇസഡെക്സ് പ്ലസ്. സുനോജ്, ഫിനാൻസ് ഒരു വണ്ടി എടുക്കാൻ വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം, എങ്ങനെയാണ് നിങ്ങൾ ലോൺ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്, ഏത് ബാങ്കാണ്, ഈ ഡീറ്റെയിൽസുകൾ കൂടി പറയണം. കാരണം 1-2 വീഡിയോക്ക് എനിക്ക് അത് പറയണം എന്നും പറഞ്ഞിട്ട് നമുക്ക് 2013 തൊട്ടുള്ള വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്ക് 2012 വണ്ടിക്കും ഉണ്ട്, എങ്കിലും 13 തൊട്ടുള്ള വണ്ടിക്ക് ഫിനാൻസ് എല്ലാം ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഫിനാൻസ് കമ്പനിയുണ്ട്, ബാങ്കുണ്ട്. ആദ്യത്തെ 5 വർഷം പഴക്കമുള്ള വണ്ടിക്ക് നമ്മൾ 90% ബാങ്കാണ് ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമറായിട്ട് ഒന്നും കൊണ്ടുപോകണ്ട, ഇപ്പോൾ എല്ലാം ഡിജിറ്റലാണ്. വരുന്ന സമയത്ത് ആധാർ, പാൻ കാർഡ് മസ്റ്റർ മതി. നമ്മൾ സിവിൽ ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൂഫ് കസ്റ്റമറിൽ നിന്ന് ബാങ്കുകാരെ തന്നെ വാങ്ങിക്കും. ആധാറും പാൻ കാർഡും തന്നെ മൊബൈലിൽ കാണിച്ചാൽ മതി, അതോ കൈകൊണ്ട്? അല്ല, അത് നമുക്ക് അവർക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുത്താൽ മതി. അവർ സിവിൽ ചെക്ക് ചെയ്താൽ ലോൺ എടുക്കുന്ന മെയിൻ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ആധാർ, പാൻ കാർഡ്, കരമടച്ച റെസീറ്റിൻ്റെ കോപ്പി, ഫോട്ടോ, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് ചെക്ക്, അങ്ങനെയുള്ള നോർമലി നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതാവുന്ന ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് നമുക്ക് ഏതൊരു ലോണും നോക്കുന്നത്. മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ സിവിൽ സ്കോറാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് നിങ്ങൾ ലോൺ സൗകര്യം കൊടുക്കും? ലോൺ ചെയ്യും, പക്ഷേ നമുക്കത് ഫണ്ടിങ്ങിനകത്ത് ഇഷ്യൂ വരും. നമ്മളിപ്പം ഈ കരമടച്ച രസീത് അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ഫണ്ട് കിട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് 85 അല്ലെങ്കിൽ 90% ഫണ്ടിങ്ങിനൊക്കെ ബുദ്ധിമുട്ട് വരും. എങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള മാക്സിമം സപ്പോർട്ട് ചെയ്ത് കസ്റ്റമർക്ക് മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം ലോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാ വണ്ടികളും ഒരുവിധം 90% നല്ല വണ്ടികൾ തന്നെയായിരുന്നു. അത് ഒരു വണ്ടിയാണ്ട് മാത്രമേ ഉള്ളൂ കണ്ടതിൽ എനിക്കത് ഇച്ചിരി ഇഷ്ടക്കേട് തോന്നി. അല്ലാതുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ വണ്ടികളെല്ലാം നല്ല വണ്ടികളായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടികളും ഈ വിലകളൊക്കെ ബോധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വില പറയാത്ത വണ്ടികളുടെ കാര്യങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിച്ച് ചോദിച്ച് വില ഫിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ കാര്യം സാധാരണ ആൾക്കാർ കള്ളം പറയുന്ന പോലെ ഞാൻ കള്ളം പറഞ്ഞല്ല, ഇതിപ്പോൾ വന്നതേ ഉള്ളൂ, വന്ന് കയറിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഞങ്ങൾ അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്തത്. വില ആയിട്ടില്ല, അതുകൊണ്ട് നാളെ മറ്റന്നാളൊക്കെ ആകുമായിരിക്കും. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരു മെക്കാനിക്കിനെ എത്ര നല്ല വണ്ടിയാണെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾ മറക്കരുത്. വണ്ടികളെല്ലാം നല്ല തന്നെയാണ്, പക്ഷേ ഒരു നല്ലൊരു മെക്കാനിക്കിനെ കൂടി കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.